വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് വന്നിട്ട് ഫ്രണ്ട് ക്യാമറയിലാണ് ഷൂട്ട് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ മൈക്കൊന്നും വെച്ചിട്ടില്ല, പെട്ടെന്ന് തന്നെ എടുക്കാൻ വിചാരിച്ചു. കാരണം എനിക്ക് എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് അൺബോക്സിങ് ആണ് കേട്ടോ. സോ ഗിഫ്റ്റൊക്കെ പൊളിക്കാൻ ഞാനിങ്ങനെ ത്വര കൊണ്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് കണ്ണെഴുതിയിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഒരു ഗ്ലോസ് ആണ് ഇട്ടേക്കുന്നത്. ഇത് രശ്മിക മദാനയുടെ ആളുടെ മാരേജിന് ആളൊരു ഗ്ലോസ് അതിൻ്റെ ഇൻസ്പയർ ആയിട്ട് ഇറങ്ങിയ ഒരു മിയ ബ്യൂട്ടിയുടെ ഒരു ഗ്ലോസ് ആണ് കേട്ടോ. ബാക്ക് ക്യാമറയിൽ ഒന്നും കൂടെ കാണുമായിരിക്കും. അപ്പോൾ ഇത് അഖിലേട്ടൻ്റെ ഒരു പ്രസൻ്റ് ആണ് കേട്ടോ. ഒക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വേഗം എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. സോ ഫസ്റ്റ് കിട്ടിയത് എപ്പോഴും ഫസ്റ്റ് കാണിക്കണം. സോ എനിക്ക് ഫസ്റ്റ് എൻ്റെ ബർത്ത്ഡേയുടെ കുറച്ച് മുന്നേ തന്നെ ഗിഫ്റ്റ് തന്നത് എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആണ്. നമ്മൾ വീഡിയോയിലൊക്കെ ഇടയിൽ കണ്ടിട്ടുണ്ടാവും. സോ ആൾ തൃശ്ശൂരിൽ നിന്നാണ് കേട്ടോ. സോ ആളാണ് ഫസ്റ്റ് എനിക്ക് ഗിഫ്റ്റ് കൊണ്ടുവരുന്നത്. സോ ആ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓൾറെഡി ഞാനിത് കണ്ടതാണ്. അതാണ് ഫസ്റ്റ് കാണിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ആളെൻ്റെ സ്റ്റുഡൻ്റ് ആണ്, ലൈക്ക് ഒരു ചേച്ചിയെ പോലെയാണ്. ലൈക്ക് ആള് ബർത്ത്ഡേക്ക് മുന്നേ തന്നെ ഗിഫ്റ്റ് ചെയ്തതായിരുന്നു. ഫസ്റ്റ് തന്നെ ഒരു പേസ്റ്റൽ ഷെയ്ഡിൻ്റെ ഒരു ബാംഗിൾസ് ആണ്. ബാംഗിൾസ് പിന്നെ ഏത് പെൺകുട്ടികൾക്കാലേ ഇഷ്ടപ്പെടാത്തത്. സോ അതായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഇതൊക്കെ ഞാൻ പൊളിച്ചു നോക്കിയതാട്ടോ, അന്ന് തന്നെ കിട്ടിയത് കൊണ്ട്. ഇത് ബർത്ത്ഡേക്ക് മുന്നേ കിട്ടിയതാണ്. നെക്സ്റ്റ് വൺ വന്നിട്ട് ഒരു താലിക്കൂട്ടമാണ് കേട്ടോ. ഇതിനെ നമ്മൾ താലിക്കൂട്ടം എന്ന് പറഞ്ഞിട്ട് റീസെൻ്റ്ലി ട്രെൻഡിങ് ആയ അതിൻ്റെ ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എലഗൻ്റ് ആയിട്ടുള്ളൊരു ചെയിനാണ് കേട്ടോ. നല്ല രസമുള്ളൊരു ചെയിനല്ലേ താലിക്കൂട്ടത്തിൻ്റെ. ഞാനിത് എക്സൈറ്റഡ് ആണ് ഇതിൻ്റെങ്കിലും ഒക്കെ കൂടെ പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഒരു കൃഷ്ണൻ്റെയും വൃന്ദാവനിലെ ഒരു കൃഷ്ണൻ്റെയും രാധയുടെയും ഫോട്ടോ ആണ് കേട്ടോ. ഇത് കിട്ടിയപ്പോഴാണ് എനിക്ക് ഭയങ്കര ഹാപ്പി ആയത്. കാരണം അരങ്ങേറ്റത്തിൻ്റെ അടുത്ത് കിടക്കുമ്പോഴായിരുന്നു ചേച്ചി ഇത് കൊണ്ടു തന്നത്. സോ ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ട് ഇത് ഫീൽ ചെയ്തു കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇവിടെയൊക്കെ ഇങ്ങനെ സ്റ്റോൺസ് ഒക്കെ ഒട്ടിച്ച് വന്നിട്ട് നല്ല രസമുണ്ട്, നല്ല ഭംഗി. ഞാൻ കവറിട്ട് വെച്ചേക്കുവാണ് കേട്ടോ. സോ ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന്, പൊടി പിടിക്കണ്ടെന്ന് പറഞ്ഞിട്ട്. ലൈക്ക് ചിലവരൊക്കെ വീഡിയോ ഓപ്പൺ ഒക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ നമ്മൾ തലയണയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റൈലിലിരിക്കും. എൻ്റെ അടുത്ത് തലയണ കണ്ടോ, ലുങ്കി വെച്ചിട്ടാണ് തലയണ കവർ. തലയണ കവർ ഉണ്ട് കേട്ടോ, പുതിയത് കുറേ അലമാറയിലുണ്ട്. അത് കേടുവരണ്ടെന്ന് പറഞ്ഞ് എടുത്തു വെച്ചിരിക്കുകയാണ് വോട്ടി ഫാമിലിയിൽ. സോ അതിവിടെ കിടക്കട്ടെ. സോ അടുത്തത് വന്നിട്ട് സെക്കൻഡ് വന്നിട്ട് എൻ്റെ സ്വന്തം ഭർത്താവിൻ്റെ ഗിഫ്റ്റ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആൾക്ക് ഞാൻ ഒരുപാട് സർപ്രൈസ് കൊടുക്കാറുണ്ട് ആളുടെ ബർത്ത്ഡേക്ക്. ആൾക്ക് പക്ഷെ സർപ്രൈസ് ആയിട്ടൊന്നും ഒന്നും പ്ലാൻ ചെയ്യാൻ അറിയില്ല. പക്ഷെ ഇത്തവണത്തെ ബർത്ത്ഡേക്ക് അത്യാവശ്യം ഒരു ഒരു ലവേഴ്സിനൊക്കെ കൊടുക്കുന്ന പോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഇതുപോലെയൊക്കെ ഒരു ബോക്സിലാക്കിയിട്ടാണ് കേട്ടോ എൻ്റെ കെട്ടിയവൻ പ്രസൻറ്റ് ചെയ്തത്. പിന്നെ അത് മാത്രമല്ല, ലൈക്ക് ആള് കുറച്ച് അങ്ങനെ ഡ്രസ്സൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് ഏതെങ്കിലുമൊക്കെ ഗെറ്റ് റെഡി വിത്ത് മീലൊക്കെ കാണിക്കാം. ഇതല്ലാതെയുള്ള തിങ്സ് ആണ്. സോ ഇത് കണ്ടോ, ഇതൊരു ബോക്സിലൊക്കെ ആക്കിയിട്ട് ക്യൂട്ടായിട്ടൊക്കെ ആയിരുന്നു എനിക്കിങ്ങനെ ഗിഫ്റ്റ് ചെയ്തത് കേട്ടോ. നല്ല രസം ഉണ്ടായിരുന്നു. ഇതിൽ കുറേ ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. കുറേയൊക്കെ ഞാൻ കുറേ പേർക്ക് കൊടുത്തിരുന്നു കേട്ടോ. ഫസ്റ്റ് അതിലുണ്ടായിരുന്നത് ഒരു ഹാൻഡ് ബാഗാണ് കേട്ടോ. എന്തൊക്കെ എനിക്ക് വരുന്നില്ല ഈ സാധനം ഇട്ടുകൊണ്ട്. അപ്പോൾ ഈ ഹാൻഡ് ബാഗിൽ വന്നിട്ട് ലൈക്ക് എനിക്ക് ബാഗ്സ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഉപയോഗിക്കില്ലാന്നേ ഉള്ളൂ. പക്ഷെ എൻ്റെ കയ്യിൽ ഒരുപാട് ബാഗ്സ് ഉണ്ട് കേട്ടോ. ഇത് തുറക്കാനും കിട്ടുന്നില്ല. ആക്ച്വലി ഇത് ഞാൻ ഒരിക്കൽ തുറന്നതാണ്. ഇപ്പം എനിക്ക് തുറക്കാൻ കിട്ടുന്നില്ല കേട്ടോ. എങ്ങനെയാണ് തുറക്കണ്ടേന്നുള്ളത്. എങ്ങനെ തുറക്കുന്നത്? പക്ഷെ തുറന്നതിൽ ഇങ്ങനെ ഒരു ചെയിൻ ഉണ്ട്. നല്ലൊരു എലഗൻ്റ് ആയിട്ടുള്ളൊരു ബാഗാട്ടോ. നല്ല രസമാണ്, നല്ല ഭംഗിയുള്ളൊരു നല്ല ക്ലാസി ആയിട്ടുള്ളൊരു ബാഗ്, സിൽവർ കളറിൽ വരുന്നത്. പിന്നെ നെക്സ്റ്റ് വൺ വന്നിട്ട് ഇപ്പം ഇട്ടിരിക്കുന്ന ഈ ഒരു ലിപ് ഗ്ലോസ് ആണ്. ഭയങ്കര ന്യൂഡ് ആൻഡ് ലിപ്പിനെ നല്ല ഷൈനിങ് ആക്കി തരുന്ന ഒരു നല്ല, ഇതൊക്കെ ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യുമ്പോൾ ഒന്നും കൂടെ റിവ്യൂ. നല്ല ഭംഗിയാട്ടോ. അത് കണ്ടില്ലേ, നല്ല രസമുള്ളൊരു ലിപ് ഗ്ലോസ് ആണ് കേട്ടോ. കണ്ടില്ലേ. അടുത്തത് വന്നിട്ട് വീണ്ടും ഒരു നമ്മൾ ഐബ്രോസ് ചെയ്യില്ലേ, അതിന് വേണ്ടിയിട്ടുള്ള 2 സാധനങ്ങളാണ് മേപ്പിലിൻ്റെ. അതായത് എനിക്ക് ഐബ്രോസ് വളരെ കമ്മിയാണ്. കുറേ പേര് പറയും ഐബ്രോസ് കൂടെ ഒന്ന് മേക്കപ്പ് ചെയ്തോടെയെന്ന്. അപ്പോൾ ഇത്തവണ ഐബ്രോസിനുള്ള 2 സാധനങ്ങളാണ് കേട്ടോ. ഇതും ഞാൻ ഏതെങ്കിലും ഗെറ്റ് റെഡി വിത്ത് മീൽ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ആ ഹാൻഡ് ബാഗിൻ്റെ ചെയിൻ കേട്ടോ. അത് ഇവിടെ കിടക്കുന്നുണ്ട്. ഇതാണ് ആ ഒരു ഹാൻഡ് ബാഗിൻ്റെ ചെയിന്. ഇത് അതിൽ നമുക്ക് അറ്റാച്ച് ചെയ്തിട്ട്, ഞാൻ അത് ഓൾറെഡി ഓപ്പൺ ചെയ്തതാണ്. ഇപ്പം എനിക്ക് ഓപ്പൺ ചെയ്യാൻ കിട്ടുന്നില്ല. ഇതും ഏതെങ്കിലും ഗെറ്റ് റെഡി വിത്ത് മീലൊക്കെ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. പിന്നെ ഈ തൃശ്ശൂരിൽ നിന്ന് വന്ന അതേ ചേച്ചി അന്ന് എനിക്ക് ഹുഡ ബ്യൂട്ടിയുടെ ലിപ്സ്റ്റിക്ക് 2 പ്രസൻറ്റ് ചെയ്തിരുന്നു കേട്ടോ. ഇത് ഒരു ഷെയ്ഡാണ്, ഇനിയൊരു ഷെയ്ഡ് അകത്താണ്. ഇത് യൂസ് ചെയ്തിരുന്നു. നല്ല സാധനം കേട്ടോ. ഹുഡ ബ്യൂട്ടിയുടെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ ലിപ്സ്റ്റിക് ആർക്കും ഇഷ്ടമല്ലാത്തല്ലേ, അങ്ങനത്തെ അത് 2 കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അടുത്തത് അഖിലേട്ടൻ്റെ തന്നെ 2 ബ്രേസ്ലെറ്റ്സ് ആണ് കേട്ടോ. ഇത് ആക്ച്വലി നല്ല ഭംഗിയുള്ളതാണ്. ഞാൻ കയ്യിൽ ഇന്നലെ ഇട്ടിരുന്നു. നല്ല ഭംഗിയാട്ടോ. ഇത് കയ്യിലിടുമ്പോൾ നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. ആൻറ്റി ടെർണിഷിൻ്റെ, ഞാൻ അങ്ങനെ ജ്വല്ലറി അഡിക്റ്റ് അല്ല കേട്ടോ ആൻറ്റി ടെർണിഷിൻ്റെ. പക്ഷെ
പക്ഷെ ഇട്ടപ്പോൾ എനിക്ക് നല്ല ഭംഗി തോന്നി. അതിൻ്റെ അടുത്തത് ഇങ്ങനത്തെ ഒരു മോഡലിൽ വരുന്നതാണ്, സിമ്പിളായിട്ട് വരുന്നത്. നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ, കയ്യിനൊക്കെ ഇട്ട സമയത്ത് നല്ല ക്യൂട്ട് ആൻഡ് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടൊക്കെ തോന്നി കേട്ടോ. അപ്പോൾ ഇതെനിക്ക് നല്ല ഇഷ്ടമായി. 2 ജ്വല്ലറി ആണ് കേട്ടോ, സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കമ്മലാണ് കേട്ടോ. പക്ഷെ ഞാൻ ഇങ്ങനത്തെ കമ്മലൊന്നും ഇടാറില്ല. പക്ഷെ ആളുണ്ടാവും, ആൾക്ക് എന്നെ എങ്ങനെയൊക്കെ കാണണോ അതിന് പറ്റിയ സാധനങ്ങളൊക്കെ എപ്പോഴും ഗിഫ്റ്റ് ചെയ്യുള്ളൂ. മേക്കപ്പിൻ്റെ പിന്നെ അഖിലേട്ടൻ വാങ്ങിച്ചല്ലേ, ഞാൻ ഇതന്നെ എനിക്ക് വേണം എന്ന് പറഞ്ഞ് ഞാൻ വാശി പിടിച്ച് എനിക്ക് വേണം. ഐബ്രോ ടാറ്റൂവും അതുപോലെ തന്നെ മറ്റേ മിയ ബ്യൂട്ടിയുടെ അത് വാങ്ങിച്ചതാണ്, അങ്ങനെ പറഞ്ഞ് വാങ്ങിച്ചപ്പോൾ ഇതായിരുന്നു കേട്ടോ. അങ്ങനെയായിരുന്നു ആളുടെ ഗിഫ്റ്റ്. പിന്നെ കുറേ അധികം ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു. പിന്നെ അഖിലേട്ടൻ എന്നെ എൻ്റെ വലിയൊരു ഗിഫ്റ്റാണ്. സോ അതിൽ കൂടുതൽ എനിക്ക് എന്തെങ്കിലും വേണോ അല്ലേ, ചുമ്മാ പറഞ്ഞത് കേട്ടോ. പിന്നെ എനിക്ക് എൻ്റെ വേറൊരു സ്റ്റുഡൻറ്റ് കേക്കൊക്കെ കൊണ്ട് തന്നിരുന്നു കേട്ടോ, കേക്ക് ബൊക്കെ ഫസ്റ്റ് ടൈം ആട്ടോ എൻ്റെ ബർത്ത്ഡേ സമയത്ത് എനിക്ക് കിട്ടുന്നത്. സോ അങ്ങനെയായിരുന്നു. അടുത്തത് ഞാൻ ചൈൽഡ്ഹുഡ് മുതൽ ആ കുട്ടിയെ കാണുന്നതാണ് കേട്ടോ. അക്ഷര എന്നാണ് പേര്. ആ കുട്ടിയുടെ അമ്മേനെയും എനിക്ക് നന്നായിട്ട് അറിയാം. അമ്മ എന്നെ ട്യൂഷൻ പഠിപ്പിച്ചതാണ്. സോ ആ ചേച്ചി എന്നെ കുട്ടിയായപ്പോൾ കണ്ടു. ഇപ്പോൾ ആ ചേച്ചിയുടെ കുട്ടിയെ ഞാൻ കുട്ടിയെ മുതലേ കാണാൻ തുടങ്ങിയത്. അങ്ങനെയാണ് കേട്ടോ. സോ ആളുടെ പ്രസന്റ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. യെസ്, അത് നല്ല ഫേവറേറ്റ് ആണെന്ന് പറയാം. കാരണം എനിക്ക് കിട്ടിയേക്കുന്നത് ലോർഡ് ശിവയുടെ സ്റ്റാച്ചു ആണ്. ലോർഡ് ശിവയിലെ ആദിയോഗി, അതായത് ശിവനെ ധ്യാനിച്ചുള്ള ആദിയോഗിയുടെ സിമ്പിളാണ്. എൻ്റെ ഒരു ഫേവറേറ്റ് ആണെന്ന് പറയാം. സോ അവൾ എൻ്റെ അടുത്ത് ചോദിച്ചു, ചേച്ചി തുറന്നു നോക്കിയോന്ന്. തുറന്നു നോക്കി, എനിക്ക് നല്ല ഇഷ്ടമായി. ബിക്കോസ് ഞാൻ ശിവ അഡിക്റ്റഡ് ആണ്, എനിക്ക് ലോർഡ് ശിവയെ ഭയങ്കര ഇഷ്ടമാണ്. സോ എനിക്ക് നല്ല ഇഷ്ടമായിട്ട് ആദിയോഗിയുടെ ഒരു സ്റ്റാച്ചു ആണ് ഇത്. പല പ്രാവശ്യം വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ടും വാങ്ങിച്ചില്ല. ചെറിയ സ്റ്റാച്ചു ആയിരുന്നു. പിന്നെ വാങ്ങിക്കണം വിചാരിച്ചു, പക്ഷെ പറ്റാതെ പോയതാണ്. നല്ല രസമുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്. അധികം ഒന്നുമില്ല കേട്ടോ. അടുത്തത് വന്നിട്ട് ട്രിവാൻഡ്രത്ത് നിന്നൊരു ചേച്ചി വന്നിരുന്നു. ആളുടെ ഗിഫ്റ്റാണ്. ആള് നമ്മുടെ മക്കൾക്കും ഗിഫ്റ്റ് കൊടുത്തിരുന്നു കേട്ടോ, അരങ്ങേറ്റം കഴിഞ്ഞിട്ട്. സോ ആളുടെ ഗിഫ്റ്റ് ഇതൊന്ന് തുറന്ന് നോക്കാം. നല്ല ഭംഗിയുള്ള ഒരു ഫോട്ടോ ആണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഗുരുവായൂരപ്പനാണ്, ആളുടെ ഒരു ഗോൾഡൻ സ്റ്റാച്ചു ആണ്. ഇത്തവണ എനിക്ക് കുറേ അധികം ഭഗവാന്റെ രൂപങ്ങൾ പ്രസന്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ദൈവങ്ങളൊക്കെ കൂടെ എൻ്റെ വീട്ടിലിട്ട് വന്നതാണ്. മൈ ഗോഡ്, ദാറ്റ്സ് സോ ഓസം. സോ അടിപൊളിയായിട്ടുള്ളൊരു നല്ല രസമുണ്ട് കേട്ടോ, ക്യൂട്ടായിട്ടുണ്ട്, അങ്ങനെ പറയാൻ തോന്നുന്നൊരു ഫോട്ടോ ആണ് കേട്ടോ. അടുത്ത് വീണ്ടും ആളുടെ തന്നെ ഒരു പ്രസന്റ് ആണ്. ആള് പെട്ടെന്ന് പോയി വാങ്ങിച്ചതാണ്. എൻ്റെ ബർത്ത്ഡേ ആണെന്നൊന്നും അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. സോ നമുക്ക് വേഗം തുറന്ന് നോക്കാം കേട്ടോ. ഓക്കെ, വീണ്ടും ഒരു ഡ്രസ്സാട്ടോ. ഡ്രസ്സാണ് ഇത്, ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. ഡ്രസ്സ് ധാവണിയാണെന്ന് തോന്നുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ട്, നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ധാവണിയാണോ ധാവണിയാണ് കേട്ടോ. ഇത് ബ്ലൗസിൻ്റെ പീസായിരിക്കും. നല്ല ഇഷ്ടമായിട്ടോ എനിക്ക്. നല്ല രസമുള്ള സാധനമാണ്. എപ്പോഴെങ്കിലും ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യുമ്പോൾ ഇത് ലൈക്ക് ഒരു നോർത്ത് ഇന്ത്യൻ വൈബൊക്കെ വരുന്ന ടൈപ്പിൽ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ ഇത്തവണ എനിക്ക് ഡ്രസ്സ് കുറേ കിട്ടിയായിരുന്നു കേട്ടോ. ഡ്രസ്സാണ് എല്ലാവരും എനിക്ക് എടുത്തു തന്നത്. അഖിലേട്ടനായാലും അഖിലേട്ടൻ്റെ അമ്മയായാലും എൻ്റെ മദർ ഇൻ ലോൻ്റെ ഡ്രസ്സാണ് ഞാൻ തലേദിവസത്തെ വീഡിയോയിൽ ഒരു ഗ്രീൻ കളർ ഔട്ട്ഫിറ്റ് അങ്ങനെ. പിന്നെ അഖിലേട്ടനും സെയിം അതുപോലത്തെ ഒരു ഔട്ട്ഫിറ്റ് ഉണ്ടായിരുന്നു. പിന്നെ വേറൊരു സ്റ്റുഡൻറ്റ് എനിക്ക് കൂടുതലും ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഏതെങ്കിലുമൊക്കെ ഗെറ്റ് റെഡി വിത്ത് മീൽ കാണാം. ഇത്തവണ എനിക്ക് ഏറ്റവും കൂടുതൽ ഡ്രസ്സസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് ധാവണീസ് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ എനിക്ക് കിട്ടി ഇതൊരു ധാവണി ഞാൻ ഓൾറെഡി കാണിച്ചു. എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. കുറച്ച് വലുതാണ്, കുറച്ചധികം വലുതാണ്. ഇതൊക്കെ ഓൾട്ടർ ചെയ്യണം, ഒക്കെ ശരിയാക്കാനുണ്ട്. അതുപോലെ തന്നെ വേറൊരു സ്റ്റുഡൻറ്റ് ഇതുപോലെ ബർത്ത്ഡേ ആണെന്ന് അറിഞ്ഞിട്ട് ഇങ്ങനെ വരുമ്പോൾ ഒരു ഗിഫ്റ്റ് ചെയ്തിരുന്നു. അത് ഈ ഒരു ധാവണിയായിരുന്നു കേട്ടോ. ഇതും വേറൊരു മെറ്റീരിയലിലാണ്. ആൻഡ് വൈറ്റ് കളർ ധാവണി എൻ്റെ അടുത്ത് ഇല്ല. അപ്പോൾ ഇത്തവണ അതും 2 ധാവണിയായിട്ട് കിട്ടി കേട്ടോ. സോ അങ്ങനെയാണ്. ഇതും കുറച്ച് വലുതാണ്. ഒക്കെ ഇനി ഓൾട്ടർ ചെയ്യേണ്ടി വരും കേട്ടോ. ഐ നെവർ എക്സ്പെക്ട് എനിത്തിങ് ഫ്രം എനി വൺ, ബട്ട് ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ എവറിത്തിങ്. താങ്ക് യു. എനിക്ക് ഗിഫ്റ്റ് തന്ന എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് കേട്ടോ. യെസ്, അത്രയേ ഉള്ളൂ. ഒരു കുഞ്ഞ് ഗിഫ്റ്റ് അൺബോക്സിങ് വീഡിയോ ആണ്. സോ അത്രയേ ഉള്ളൂ. നമുക്കപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ടാറ്റാ ബൈ, ടേക്ക് കെയർ.